വിവാദങ്ങളുടെ കളിത്തോഴനാണ് ഇലോൺ മസ്ക്. അച്ഛൻ എറോൾ മസ്ക് അതിനേക്കാൾ വില്ലൻ. 3 തവണ വിവാഹിതനായിട്ടുള്ള ഇയാൾക്ക് ലൈംഗിക അതിക്രമങ്ങൾക്ക് പ്രായം പ്രശ്നമല്ല. വെറും 4 വയസ്സുള്ള വളർത്തുമകളോട് ചെയ്ത അതിക്രമങ്ങൾ കേട്ടാൽ അറയ്ക്കുന്നതും ക്രൂരവുമാണ്. ആ ദുരനുഭവങ്ങളുടെ പേടി സ്വപ്നത്തിൽ നിന്നും അവൾക്ക് മോചിതയാകാൻ കഴിഞ്ഞിട്ടില്ല. ലഹരിക്കടിമയായി കുറ്റങ്ങളിൽ നിന്ന് കുറ്റങ്ങളിലേക്ക് അഭയം പ്രാപിച്ചു. ഏകദേശം ഒരു പതിറ്റാണ്ടിലേറെയായി ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധാകേന്ദ്രമാണ് ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളുടെ സ്ഥാപകനും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനുമായ ഇലോൺ മസ്ക്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ മസ്ക് കുടുംബം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു കച്ചവടത്തിന്റെയോ ബഹിരാകാശ യാത്രയുടെയോ പേരിലല്ല, മറിച്ച് അതിലേറെ ഇരുണ്ടതും വേദനാജനകവുമായ ഒരു ആരോപണത്തിന്റെ പേരിലാണ്. ഇലോൺ മസ്കിന്റെ പിതാവ് എറോൾ മസ്കിനെതിരെ ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങളാണ് ദി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉന്നയിച്ചിരിക്കുന്നത്. 1990കളുടെ തുടക്കം മുതൽ തന്റെ കുട്ടികളെയും വളർത്തുമക്കളെയും എറോൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ആരോപണങ്ങൾ എറോൾ മസ്ക് നിഷേധിച്ചുവെങ്കിലും ഈ വെളിപ്പെടുത്തലുകൾ മസ്ക് കുടുംബത്തിനുള്ളിലെ സങ്കീർണവും ദുരൂഹമായ ബന്ധങ്ങളെ വീണ്ടും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരോപണങ്ങളുടെ ചുരുളഴിയുന്നത് ഇങ്ങനെയാണ്. 79 വയസ്സുള്ള ദക്ഷിണാഫ്രിക്കൻ വ്യവസായിയും മുൻ എഞ്ചിനീയറുമായ എറോൾ മസ്കിനെതിരെ ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾ വെറും അഭ്യൂഹങ്ങളല്ല. പോലീസ് രേഖകളും കോടതി രേഖകളും കുടുംബാംഗങ്ങളുമായി നടത്തിയ അഭിമുഖങ്ങളും സാമൂഹിക പ്രവർത്തകരുടെ മൊഴികളും അടക്കമുള്ള തെളിവുകളുടെ പിൻബലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലും അമേരിക്കയിലുമായി 5 കുടുംബാംഗങ്ങളെയാണ് എറോൾ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. ഈ ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരമായവ എറോളിന്റെ 3ാമത്തെ ഭാര്യ ഹെയ്ഡി മാരിയുമായിട്ടുള്ള വിവാഹബന്ധത്തിലൂടെ എത്തിയ വളർത്തുമകളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. 3 തവണ വിവാഹിതനായിട്ടുള്ള എറോളിന് 9ഓളം മക്കളും വളർത്തുമക്കളുമുണ്ട്. 1993ലെ സംഭവം ഒന്ന് പരിശോധിക്കാം. വളർത്തുമകൾക്ക് 4 വയസ്സുള്ളപ്പോൾ വീട്ടിലെ മാലിന്യ കൂമ്പാരത്തിന് മുകളിൽ നിർത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് ഏറ്റവും പഴയ ആരോപണം. കുട്ടി ഇത് തന്റെ അമ്മായിയോട് പറഞ്ഞതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. എറോളിന്റെ വിവാഹമോചന കരാറിന്റെ ഭാഗമായി പിന്നീട് ഈ കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു. 2002ലെ സംഭവം. വർഷങ്ങൾക്ക് ശേഷം 1999ൽ എറോളും ഹെയ്ഡിയും വീണ്ടും വിവാഹിതരായി. 2002ൽ കുടുംബം ഇലോൺ മസ്കിനെ കാണാനായി കാലിഫോർണിയയിലേക്ക് പോയി. അന്ന് 14 വയസ്സുണ്ടായിരുന്ന വളർത്തുമകൾ തന്റെ മുറിയിൽ എറോൾ തന്റെ അടിവസ്ത്രങ്ങൾ മണപ്പിക്കുന്നത് കണ്ടുവെന്നാണ് ആരോപണം. ഈ സംഭവത്തെ തുടർന്ന് പോലീസ് ഇടപെട്ടു. ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസ്, കുട്ടികളുടെ സംരക്ഷണ സേന രംഗത്തെത്തുകയും ചെയ്തു. എറോളിനെതിരെ ഒരു റിസ്ട്രെയിനിംഗ് ഓർഡറും പുറപ്പെടുവിച്ചു. ഈ വേദനാജനകമായ സംഭവങ്ങൾക്ക് ശേഷം ആ വളർത്തുമകൾക്ക് കൗമാരത്തിൽ തന്നെ വലിയ മാനസികാഘാതങ്ങൾ നേരിടേണ്ടി വന്നു. വീടില്ലാത്ത അവസ്ഥയും ലഹരി ഉപയോഗവും അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് അത് അവളെ നയിച്ചു. ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 29ാം വയസ്സിൽ അവൾ എറോളിന്റെ സഹായം തേടി. ഈ ബന്ധം പിന്നീട് ലൈംഗിക ബന്ധത്തിലേക്ക് വഴിമാറുകയും അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എറോൾ പിന്നീട് തനിക്ക് 2 കുട്ടികളുണ്ടെന്ന് അവകാശപ്പെട്ടു. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അവൾ ഒരു ബന്ധം തകർന്നതിലുള്ള ദുഃഖത്തിൽ ആശ്വാസം തേടിയെത്തിയപ്പോൾ സംഭവിച്ചതാണെന്ന് എറോൾ പറഞ്ഞു. ഞങ്ങൾ ഒറ്റപ്പെട്ടവരും നഷ്ടപ്പെട്ടവരുമായിരുന്നു. ഒന്നിനു പിറകെ മറ്റൊന്ന് സംഭവിച്ചു. അതിനെ ദൈവത്തിന്റെ പദ്ധതിയെന്നോ പ്രകൃതിയുടെ പദ്ധതിയെന്നോ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു എറോൾ. ഈ ആരോപണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എറോളിന്റെ മറ്റ് 2 പെൺമക്കളെയും ഒരു വളർത്തു മകനെയും പീഡിപ്പിച്ചതായി കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു. 2023ൽ 5 വയസ്സുള്ള തന്റെ മകനെ എറോൾ ഉപദ്രവിച്ചു എന്ന ആരോപണമുയർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സംഭവങ്ങളിൽ 3 പോലീസ് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ 2 എണ്ണം തെളിവില്ലാത്തതിനാൽ അവസാനിച്ചു. 3ാമത്തെ കേസിന്റെ ഫലം എന്തായിരുന്നുവെന്ന് വ്യക്തമല്ല. ദി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിലെ ആരോപണങ്ങളെ എല്ലാം എറോൾ മസ്ക് പൂർണ്ണമായും നിഷേധിച്ചു. എല്ലാം അസംബന്ധവും വ്യാജവുമെന്ന് വാദിച്ചു. ഈ ആരോപണങ്ങൾ ഇലോൺ മസ്കിന്റെ പക്കൽ നിന്ന് പണം തട്ടിയെടുക്കാൻ കുടുംബാംഗങ്ങൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കുട്ടികളെ കള്ളം പറയാൻ പഠിപ്പിച്ചതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇനി ഇലോൺ മസ്കും പിതാവും തമ്മിലുള്ള അകൽച്ച എന്തെന്ന് പരിശോധിക്കാം. ഇലോൺ മസ്കും പിതാവും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരുന്നു എന്നാണ് അറിവ്. 1979ൽ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയ ശേഷം 10 വയസ്സ് മുതൽ 17ാം വയസ്സ് വരെ ഇലോൺ പിതാവിനൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. ആ കാലഘട്ടം മാനസിക സംഘർഷങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നുവെന്ന് ഇലോൺ മസ്കിന്റെ സഹോദരി ടോസ്ക മസ്ക് ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എറോൾ തന്റെ മക്കളെ ദയനീയരും വിലയില്ലാത്തവരുമെന്ന് വിളിച്ചിരുന്നതായും ഉപദ്രവകരമായ സംസാരത്തിലൂടെ അവരെ വേദനിപ്പിച്ചിരുന്നതായും ടോസ്ക പറയുന്നു. 2010ൽ ഒരു ബന്ധു ഇലോൺ മസ്കിന് 5 പേജുള്ള ഒരു കത്ത് അയച്ചിരുന്നു. അതിൽ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ വിവരിക്കുകയും എറോളിന്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇലോൺ മസ്ക് തന്റെ പിതാവിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുള്ള അഭിമുഖങ്ങളിൽ ഇയാളെ ഭീകരനായ മനുഷ്യനെന്നാണ് വിശേഷിപ്പിച്ചത്. 2017ൽ റോളിംഗ് സ്റ്റോൺ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇലോൺ മസ്ക് പറഞ്ഞു, എന്റെ അച്ഛൻ എത്രത്തോളം മോശക്കാരനാണെന്ന് നിങ്ങൾക്കൊരു ധാരണയുമില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ തിന്മകളും അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾക്കൊരു ദുഷ്ടന്റെ മനസ്സുണ്ട്, അയാൾ തിന്മയാണ് എന്നും ഇലോൺ കൂട്ടിച്ചേർത്തു. 2023 പുറത്തിറങ്ങിയ ഇലോൺ മസ്കിന്റെ ജീവചരിത്രത്തിൽ താൻ ഇനി പിതാവുമായി സംസാരിക്കില്ലെന്ന് ഇലോൺ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പുതിയ ആരോപണങ്ങൾ മസ്ക് കുടുംബത്തിന്റെ ഈ ദുരൂഹതകളെയും ഇലോൺ തന്റെ പിതാവുമായി അകലം പാലിക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളെയും കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തുന്നതാണ്. ഈ സംഭവം മസ്ക് കുടുംബത്തിന്റെ സ്വകാര്യ ജീവിതം എത്രത്തോളം സങ്കീർണമാണെന്ന് കാണിച്ചു തരുന്ന ഒന്നാണ്.